ഫിലിപ്പിയർ അധ്യായം 3. ഒടുവിൽ സഹോദരരെ, കർത്താവിൽ സന്തോഷിക്കുവിൻ. ഈ ഒരു കാര്യം തന്നെ വീണ്ടും നിങ്ങൾക്ക് എഴുതുന്നതിൽ എനിക്ക് ഒട്ടും മടുപ്പില്ല. നിങ്ങളുടെ ഭദ്രതയ്ക്ക് അത് നല്ലതുമാണ്. നായ്ക്കളെ സൂക്ഷിക്കുവിൻ, ദുഷ്ടരായ പ്രവർത്തകരെ സൂക്ഷിക്കുവിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുവിൻ. നാമല്ലോ പരിച്ഛേദനക്കാർ. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. എനിക്കോ ജഡത്തിലും ആശ്രയിക്കാൻ വകയുണ്ട്. ജഡത്തിൽ ആശ്രയിക്കാമെന്ന് മറ്റാരെങ്കിലും കരുതുന്നുവെങ്കിൽ എനിക്ക് അതിലധികം. 8-ാം നാളിൽ പരിച്ഛേദനമേറ്റവൻ, ഇസ്രയേൽ വംശജൻ, ബന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ വെച്ച് എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, തീഷ്ണതയുടെ കാര്യത്തിൽ സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലുള്ള നീതിയെ സംബന്ധിച്ച് അനിന്ദ്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതെല്ലാം യേശുക്രിസ്തുവിനു വേണ്ടി ഞാൻ നഷ്ടമായി കണക്കാക്കുന്നു. അതുമാത്രമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പരമമായ ജ്ഞാനം നിമിത്തം ഞാൻ എല്ലാം നഷ്ടമെന്നെണ്ണുന്നു. അവിടത്തേക്ക് വേണ്ടി ഞാൻ സകലവും നഷ്ടമെന്ന് കരുതുന്നു. ക്രിസ്തുവിനെ നേടുവാനും ന്യായപ്രമാണത്തിലൂടെ ലഭിക്കുന്ന എന്റെ സ്വന്തം നീതിയല്ല, ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ പ്രാപിച്ച് ക്രിസ്തുവിൽ ആയിരിക്കുവാനും ക്രിസ്തുവിനെയും അവിടുത്തെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിഞ്ഞ് അവിടുത്തെ മരണത്തോട് അനുരൂപപ്പെടുവാനും അങ്ങനെ ഏത് പ്രകാരവും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കുവാനുമായി ഞാൻ സകലവും ത്യജിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ഇതെല്ലാം നേടിക്കഴിഞ്ഞുവെന്നോ പരിപൂർണനായെന്നോ ഞാൻ ചിന്തിക്കുന്നില്ല. ക്രിസ്തു എന്തിനു വേണ്ടി എന്നെ പിടിച്ചിരിക്കുന്നുവോ അത് പിടിക്കാമോ എന്നുവെച്ച് മുന്നോട്ടായുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സഹോദരരെ, ഇപ്പോഴും അത് ഞാൻ പിടിച്ചുവെന്ന് കരുതുന്നില്ല. എന്നാൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ദൈവം ക്രിസ്തു യേശുവിൽ എന്നെ വിളിച്ച സ്വർഗീയ വിളിയുടെ വിരുദിനായി ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. നമ്മിൽ പക്വത പ്രാപിച്ചവർക്കെല്ലാം ഇപ്രകാരം ഒരു വീക്ഷണമാണ് ഉണ്ടാകേണ്ടത്. ഏതെങ്കിലും കാര്യത്തിൽ വ്യത്യസ്തമായി നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അതും ദൈവം നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. നാം പ്രാപിച്ചിട്ടുള്ളതിന് അനുസൃതമായി നമുക്ക് ജീവിക്കാം. സഹോദരരെ, എന്റെ അനുകാരികളായി തീരുവിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് ജീവിക്കുന്നവരെയും ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ക്രൂശിന്റെ ശത്രുക്കളായി പലരും നടക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ഇപ്പോൾ കണ്ണുനീരോടുകൂടെ വീണ്ടും പറയുന്നു. അവരുടെ അന്ത്യം നാശം, അവരുടെ ദൈവം വയറ്. ലജ്ജാകരമായതിൽ അവർ അഭിമാനിക്കുന്നു. അവരുടെ മനസ്സ് ഭൗമിക കാര്യങ്ങളിൽ അത്രേ. എന്നാൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്നും കർത്താവായ യേശുക്രിസ്തു രക്ഷകനായി വരുമെന്നോർത്ത് നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അവിടുന്ന് സകലത്തെയും നിയന്ത്രിക്കുവാൻ മതിയായ തന്റെ ശക്തിയാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും.